ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മള് ചെറിയ ഡൗട്ട് ഹൗസ് ഒക്കെ സെറ്റ് ചെയ്തു. അപ്പൊ ഈ സീസൺ കഴിയുന്നേരം ഈ വീടൊന്നും ഡൗട്ട് ഹൗസ് പോരാ. അപ്പൊ നമുക്കിന്ന് ഒരു അടിപൊളി വീട് ഈ ഭാഗത്തേക്ക് സെറ്റ് ചെയ്യണം. ഇന്നത്തെ ഗോൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് വീടിനുള്ള വീട് ഉണ്ടാക്കാനുള്ള റിസോഴ്സ് ഗ്യാദർ ചെയ്ത് വെക്കണം. പിന്നെ വീട് ഉണ്ടാക്കണം. പിന്നെ ചെറിയൊരു വീറ്റ് ഫാർമും സെറ്റ് ചെയ്യണം. ചെറിയ കൗ ഫാർമും സെറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഇന്നത്തെ ഗോൾ ലിസ്റ്റ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മളെ വീട് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ പോയി സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കി ഇവിടേക്ക് വെക്കാം. എന്നിട്ട് അതിലേ കൊണ്ടൊക്കെയല്ലോ. ഓക്കെ, ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഡബിൾ ചെസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന റിസോഴ്സ് ഒക്കെ ഇതിലേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീടുണ്ടാക്കാൻ ഒരു 3 സ്റ്റാക്ക് ഓക്ക് പ്ലാങ്ക്സിനൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് അപ്പുറത്തേക്കൊന്ന് പോയി നോക്കേണ്ടി വരും. കാരണം ഇവിടെ മരങ്ങളൊന്നുമില്ല. ആകെയുള്ള 2-3 മരങ്ങളാണ്. ഓക്ക് ഫോറസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് അവിടെ പോയി എടുക്കാം. പിന്നെ കുറെ സ്റ്റോണിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് ഇപ്പോ ഭാഗത്തേ പോയി നോക്കാം. അന്ന് ആ ഭാഗത്തേ പോയപ്പോ അധികം മരങ്ങളൊന്നും അവിടെ കണ്ടില്ല. ഭാഗത്തേക്കാണ് നമ്മൾ പോവാൻ വിട്ടുപോയി. ഞാൻ ഈ ആക്ഷൻ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. അതാണ് ഈ ആനിമേഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് പോകുന്ന ഈ കാണുന്ന മരങ്ങളൊക്കെ അത് വെട്ടിയെടുക്കാം. അതിപ്പോ നടക്കൂ. അവിടെ ഒരു ചെറിയ മാസത്തിന്റെ മരം കാണാം. വില്ലേജാ? എന്റെ ബേസ് അവിടെയാണ്. ബേസിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വില്ലേജ്. അപ്പൊ വില്ലേജസിനൊക്കെ ഉണ്ടാകാൻ എളുപ്പമായി. ഇത്രയും തൊട്ടടുത്ത് തന്നെ വില്ലേജ് ഉണ്ടാവുന്ന ഞാൻ കരുതിയില്ല. ഹലോ ബ്രോ, നമുക്ക് ഇവിടെ എല്ലായിടത്തൊന്നും പോയി ലൂട്ട് ചെയ്യാം. ഇവിടെ ചിലപ്പോ ചെസ്റ്റ് ഒക്കെ കാണും. അടിപൊളി വില്ലേജ് തന്നെ. അയ്യോ, സ്നോന്റെ ഈ ബയോമായിട്ട് ചേർന്നിട്ട് വില്ലേജ് അയൺ തോന്നിട്ടുണ്ട്. കട്ടിയതാണ്, കുറച്ച് അയൺ ഇട്ടേ. നമ്മളിപ്പോ ഇവിടെ വില്ലേജിലെ വീട്ടിലൊക്കെ കയറി എന്തെങ്കിലും അടിച്ചു മാറ്റാം. സ്ലാബ് ഇങ്ങനെ
സ്മോക്കർ ഉണ്ട്, എടുത്തേക്കാം. നമുക്ക് ഫുഡൊക്കെ വേഗത്തിൽ സെലക്ട് ചെയ്ത് എത്തിക്കണം. അവിടുത്തെ ജസ്റ്റ് ബ്രെഡ് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, പിന്നെ എമറാൾഡ്, പിന്നെ മറ്റേ ബാഗ് ഉണ്ട്, എമറാൾഡ് ഗോൾഡൻ ഗെറ്റ് വേണ്ട, അത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി താഴോട്ടൊക്കെ പോയി നോക്കാം. ഫിഷർമേണ്ട് ഇപ്പൊ സമയം കുറവാണ്. നമുക്കിപ്പോ വീടിനൊക്കെ വുഡ് കളക്ട് ചെയ്യണം. വുഡ് കളക്ട് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്തെന്ന് വെച്ചാൽ, നമ്മളെ ഈ വില്ലേജസിന്റെ ഈ ഫാർമിന്റെ ഈ വുഡൊക്കെ നമ്മക്കായിട്ട് വെക്കാം. അയ്യോ കിരീട്ടൻ, നൈറ്റ് ആണെന്നുണ്ട്. ഞാനാണ് ബെഡ് എത്തിയില്ല. നമുക്ക് ഇവിടെ ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് ചാച്ചിയോ വീട്ടിൽ കയറി ഒന്ന് കടന്നിട്ട് ബാക്കി മരം കൂടി വെട്ടിയെടുക്കാം. തുറക്കടാ. ഇത് നൈസ് വില്ലേജ് എന്നാട്ടോ. അതുകൊണ്ട് അടിയിലേക്കൊക്കെ ആ എണ്ണ സുഖല്ലേ, എണ്ണ കളിക്കില്ല. ഫോണിന്ന് കുറച്ച് ലാഗ് ഉണ്ട്. നമുക്ക് ബാക്കിയുള്ള ഈ മരങ്ങളുമായിട്ട് വെട്ടിയെടുക്കാം. ഏതോ സ്കെൽട്ടൺ വിട്ട് അമ്പൊക്കെ അവിടെ ഉണ്ട്. അതാണ്ട് കുറച്ച് കോഡ് ഇരിക്കുന്നു അവിടെ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കുറെ കോഡിന്റെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഇപ്പൊ സെൽ ടച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കോബിൾ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്യേണ്ടി വരും. വില്ലേജസിന്റെ വേറെ ഫാർം അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കാം. എന്നാ അവിടെ നിന്നും കൂടി നമുക്ക് കുറച്ച് ഓക്ക് ലോഗ് കിട്ടിയതായിരുന്നു. ഇവിടെ നോക്കിയിട്ട് ഇനിയും കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ കുറച്ച് ഹേവേനൊക്കെ ഇരിക്കണം. ഗേറ്റ് എവിടെ? ഇല്ലെങ്കിൽ എന്ത് കിട്ടിയാലും ഒക്കെ അടിച്ചു മാറ്റണം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വില്ലേജ് ആട്ടോ. നല്ല വലിപ്പമുള്ള വില്ലേജാ. ഇവിടെ ആകെ ഒരു ഫാർമർ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. നമുക്കിനി മോളിലോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെ ചെറി ബ്ലോസം ഭയങ്കരമായിട്ട് ബ്ലിൻഡായിട്ടുള്ള. നമ്മൾ കുറച്ച് ചെറി ബ്ലോസത്തിന്റെ ലോഗോ എടുക്കാം. ബിൽഡിംഗ് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ വെക്കാം. ഇങ്ങനെ റിസോഴ്സ് കളക്ട് ചെയ്യുന്നത് നല്ല ബോറാണ്. അപ്പോൾ ഞാൻ വീടുണ്ടാക്കാനുള്ള എല്ലാ റിസോഴ്സും ആയിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നത് ചെറി ബ്ലോസം നിൽക്കുന്നത്. അപ്പൊ എന്താ കുറച്ചും ഇങ്ങോട്ട് വന്നപ്പോ ഓക്ക് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ വലിയൊരു ബ്രിഡ്ജിന്റെ മരം. എത്ര നോക്കാം, ഞാൻ ആദ്യമായിട്ട് അത്രയും വലിയൊരു മരം കാണുന്ന. അതിന്റെ മണ്ടൊക്കെ തേനീച്ച കൂടും. മൈൻക്രാഫ്റ്റിന്ന് വെച്ച ജനറേഷൻ. ഇനി നമുക്ക് ഇനി ഇവിടെ ഫുള്ളൊന്ന് ഡീഫോറസ്റ്റേഷൻ ചെയ്യാം. സ്പ്രൂസ് അപ്പൊ നമുക്ക് സ്പ്രൂസും കിട്ടി. ഞാൻ പിന്നെയും മണ്ടത്തരം ചെയ്ത് ഞാൻ ബെഡ് എത്തിയില്ല.
സ്ക്രൂസായി എല്ലാം പകരം ബിൽഡ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ പോയി ആദ്യം പോയി വില്ലേജിൽ പോയി ബെഡ് എടുത്തിട്ട് വരാം. എൻ്റെ ഫുഡും തീരാനേ ഹെവയിലുണ്ട്, കുഴപ്പമില്ല. ഞാനിതാ മറ്റേ സ്പ്രൂസിന്റെ ഫോറസ്റ്റിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇവിടുന്ന് കുറച്ചധികം സ്പ്രൂസും അവിടെ നിന്ന് ഓക്ക് പ്ലാങ്ക്സും ഓക്ക് ലോക്സും കളക്ട് ചെയ്ത് ഇനി ബേസിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ അപ്പം ഞാനിപ്പം മൈക്കില്ലാതെയാണ് സംസാരിക്കുന്നത്. എൻ്റെ മൈക്കിലെ ചാർജ് തീർന്നായി. റെക്കോർഡിൽ ഞാൻ ചാർജ് ശ്രദ്ധിച്ചില്ല. കുറേ ഇതിൻ്റെ മുന്നേ കുറച്ച് റെക്കോർഡ് ചെയ്തിനു മൈക്കില്ലാണ്ട്. അപ്പോൾ ഞാൻ പിക്കാക്സ് പൊട്ടുന്നവരെ എത്ര വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബേസിലെത്തിയിട്ട് ബാക്കി കുറച്ച് സ്റ്റോണും കൂടിയും കളക്ട് ചെയ്യണം. മൈക്കില്ലാത്തത് കൊണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും. മൈക്കിപ്പോൾ ചാർജിലിട്ടേക്ക്. അപ്പം നമ്മൾ സ്റ്റോണൊക്കെ കളക്ട് ചെയ്ത് തിരുമ്പത്തെ ചാർജ് ആവുമായിരിക്കും. ഞാൻ വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ തിരിച്ച് ബേസിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം കിട്ടിയ വുഡ് ഒക്കെ നമുക്ക് ഈ ചെസ്റ്റിലേക്ക് എടുത്തേക്കാം. ഇനി നമുക്ക് കുറച്ച് അധികം കോബിൾ സ്റ്റോൺ വേണം. സ്റ്റോണിന് നമുക്ക് ഏട്ട് പോകുകയൊന്നും ചെയ്യേണ്ട, നമുക്ക് ഇവിടെ തന്നെ ഇഷ്ടമായി സ്റ്റോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള സ്റ്റോൺ തന്നെ എടുക്കാം. കുറേ ഗ്രാവലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റോണൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് ഡെർട്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റോണും പിന്നെ നമുക്ക് വീടുണ്ടാക്കാൻ ആവശ്യമുള്ള സ്റ്റോൺ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൈക്കൊക്കെ ചാർജായി കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് കുറച്ച് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്ത് ആദ്യം കുറച്ച് കളക്ട് ചെയ്ത് അത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റെയിൻബോ തന്നെ സ്മെൽറ്റായി നമ്മൾ അതിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയും കൂടി നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അതിൽ സ്മെൽറ്റ് ആവുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ചെറിയ പ്രോസസ്സിൻ്റെ പ്ലാങ്ക് ആക്കിയ ഫുള്ള് സ്ലാബ് ആക്കിയിട്ട് സ്മെൽറ്റ് ചെയ്യാൻ വെച്ച്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിലേക്ക് റീഫിൽ ചെയ്തെടുക്കാം. ഇന്നലെ കിട്ടിയ കുറച്ച് അയനെ കൊണ്ട് സ്റ്റോൺ കട്ടറൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കാൻ നമുക്ക് കുറേ ഡെർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് 2-3 ഷവൽ ഉണ്ടാക്കിയിട്ട് അവിടെ പോയി കുറച്ച് ഡെർട്ട് കളക്ട് ചെയ്യാൻ. എൻ്റെ പിക്കാക്സും പൊട്ടിപ്പോയി. ഒരു ഷവല് കയ്യിലുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കി പിടിക്കാം. കയ്യിലുള്ളൊരു അയനെ നമുക്ക് ഇവിടെ ചെസ്റ്റിൽ വെച്ചേക്കാം. അപ്പം നമ്മൾ 2 സ്റ്റാക്കും 9 എണ്ണവും ഡെർട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചെസ്റ്റിൽ വെച്ചേക്കാം. നമുക്ക് വീട് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ലെവലാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഡെർട്ട് ഹൗസ് നമ്മൾ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. സ്റ്റോൺ സ്മെൽറ്റായി കഴിയുന്നുണ്ട്. ഗായ്സ്, അപ്പം നമുക്ക് വീട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോഴത്തേക്കും ബാക്കി വീടുണ്ടാക്കുന്ന ഇടയിൽ തന്നെ ബാക്കി സ്റ്റോണൊക്കെ സ്മെൽറ്റ് ആയിക്കോളും. ഞാൻ ഉദ്ദേശിച്ച രീതി വീടുണ്ടാക്കാൻ ഈ റിസോഴ്സ് തന്നെ മതിയെന്നാണ് തോന്നുന്നത്. അഥവാ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വീണ്ടും പോയി ഇടക്കാം. അപ്പോൾ ഞാൻ വീടുണ്ടാക്കിയ ടൈലാപ്സ് ആയിട്ടാണ് ഇടുന്നത്. അപ്പം നമുക്ക് ടൈലാപ്സ് അല്ല, വീടുണ്ടാക്കിയ ടൈലാപ്സ് വേണം.
ഓക്കെ, നമ്മളിത് അത്ര പണി തീർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്റീരിയർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ടൈലർസ് സെറ്റ് ചെയ്യാൻ്റെ ഇടയിൽ ഞാൻ 2-3 വട്ടം ചത്തു. ഐറ്റംസ് ഒക്കെ ചെസ്റ്റ് പൊട്ടിപ്പോയി. അപ്പൊ ഞാൻ സോംബിനെ കണ്ട് പേടിച്ചോടി അവിടെ പോയി പിടിച്ചൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ചെസ്റ്റ് ഉണ്ടാക്കി അവിടെ എല്ലാം സെറ്റ് ചെയ്ത് ബെഡൊക്കെ പോയി. അങ്ങനെ ഫുള്ള് കലഹങ്ങളായിരുന്നു. അപ്പൊ നമ്മള് ബേസിന് പണി ഇതപ്പം തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡോർ ഉണ്ടാക്കി വെക്കണം, ഗ്ലാസ് വെക്കണം, പിന്നെ ഇന്റീരിയർ ചെയ്യാണ്ട്, പിന്നെ റൂഫിന്റെ മുകളില് ഈ ഭാഗത്തല്ല അപ്പുറം ഭാഗത്ത് ഇവിടെ അതായത് ബ്ലോക്ക് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഇപ്പൊ തന്നെ വെക്കാം. അപ്പൊ നമുക്ക് തൽക്കാലത്തെ ഇപ്പൊ നമ്മളെ ബെഡ് എടുത്ത് ഇവിടെ കൊണ്ടൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റീരിയർ മൊത്തം സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഇപ്പൊ കുറച്ചും കൂടി ഒന്ന് ടെറാഫോമിംഗ് ഇവിടെ കുറച്ചും കൂടി ഒന്ന് ഡെർത്തൊക്കെ വെച്ച് ഫ്ലാറ്റ് ആക്കാണ്ട്. ഇപ്പം സമയം കുറവാണ്. നമുക്ക് അപ്പുറത്ത് പോയി കുറച്ച് ഗ്ലാസ് എടുത്തിട്ട് വരാം. പിന്നെ അത് ചെറിയ വീടാണെങ്കിലും ഉണ്ടാക്കാൻ എനിക്ക് കുറച്ച് സമയം എടുത്ത്. ഒന്നാമത്തെ കാരണം ഞാൻ ബിൽഡിങ്ങിൽ അത്ര എക്സ്പേർട്ട് അല്ല. പിന്നെ ടൈലർസിൻ്റെ ഇത് സെറ്റ് ആക്കുന്നതിൻ്റെ ഇടയിൽ 2-3 വട്ടം ഡെഡായി. അപ്പോൾ പിന്നെ റീസോഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ ചെറിയ ടൈം എടുത്ത്. ഏതാണ്ട് 1 മണിക്കൂർ അടുപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാക്കാൻ. ഗ്ലാസ് പ്ലേ ഉണ്ടാക്കി ഇവിടെ ഒക്കെ ചെയ്യാം. ഇവിടെ ആയിരിക്കും നമ്മളെ സ്റ്റോറേജ് വരാൻ പോണത്. ഇവിടെ വേണമെങ്കിൽ നമ്മൾ സ്ലാബ് വെച്ച് ഒരു ഫ്ലോർ കൂടി സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് സ്മെൽറ്റിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ, ചെസ്റ്റ്, വാല്യുബിൾ, പിന്നെ ഫർണസ്, പിന്നെ കട്ടർ റൂട്ടാനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വീടിൻ്റെ കാര്യം ഇത്ര ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മൾ അടുത്ത ഗോളായ വീറ്റ് ഫാർം സെറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഡോർ ഉണ്ടാക്കി വെക്കണം. നമ്മുടെ ഇവിടെ 2 സ്റ്റെയർ കേസ് ഉണ്ടാക്കി വെക്കാം. അയ്യോ, 2 ഉണ്ടാക്കി. അത് നല്ല പ്ലെയിന് വാളായിട്ടാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് ടെക്സ്ചറൊക്കെ ആഡ് ചെയ്യണം. അപ്പം നമ്മളെ ഗ്ലാസ് സ്മെൽറ്റ് ആയിട്ടുണ്ടാവും. സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ് പ്ലെയിൻ ആക്കാം. ഇവിടെ കട്ട് വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ സമയം കുറവാണ്, അതുകൊണ്ട് നമുക്ക് വേഗം ഒരു വീറ്റ് ഫാർമ സെറ്റ് ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഫാർമ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സെറ്റ് ചെയ്യാം. ഇഷ്ടം എന്താ വെച്ചാൽ എൻ്റെ കട്ടില് അല്ല എൻ്റെ വാട്ടർ ബക്കറ്റും നേരത്തെ ചത്തയിൽ മിസ്സായി പോയി. അപ്പോൾ നമുക്ക് എന്തായാലും ഗോള് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ വെള്ളത്തിൻ്റെ അടുത്ത് ചെറിയ ഫാർമ സെറ്റ് ചെയ്യാം. ഗായ്സ്, അപ്പോൾ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാനാണ് ഈ ഔട്ട്രോ പറയുന്നത്. അപ്പോൾ മൈക്ക് ഓഫായിപ്പോയി, ഞാനത് അറിഞ്ഞില്ല. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ എനിക്കധികം സമയമൊന്നും കിട്ടിയില്ല ബിൽഡ് ചെയ്യാനും ഗോൾ കംപ്ലീറ്റ് ചെയ്യാനും. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞ 3 ഗോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എല്ലാവർക്കും അടുത്തൊരു ഡിസ്പ്ലേഡ് എപ്പിസോഡിൽ കാണാം. അതിലേക്കും ബൈ.